നമസ്കാരം VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. NG അസോസിയേഷൻ ഇടുക്കി ജില്ലാ അവകാശ പ്രചരണ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തൊടുപുഴയിൽ ചികിത്സയിൽ കഴിയുന്ന SFI നേതാവ് സാജൻ മാത്യുവിനെ സന്ദർശിച്ചു. പീരുമേട് ജയിലിൽ M മണിയെയും സന്ദർശിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ ഫാദർ സെഡ് M മൂഴൂർ അനുസ്മരണ സമ്മേളനം നടത്തി. ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ പെരിയാമ്പ്രയിൽ ബൈബിൾ കൺവെൻഷനും സംഗീത വിരുന്നും ആരംഭിച്ചു. കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു. മുതലക്കോം സെന്റ് ജോർജ് വോളിബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള വോളിബോൾ മേള ഡിസംബർ 16 മുതൽ 23 വരെ നടക്കും. ക്രിസ്മസിന് വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങുന്നു. ക്രിസ്മസ് വിപണികൾ സജീവമായി. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ പ്രചരണ ജാഥ നടത്തി. ജില്ലാ പ്രസിഡന്റ് KA മാത്യു ക്യാപ്റ്റനും VE അബ്ബാസ് വൈസ് ക്യാപ്റ്റനുമായ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തൊടുപുഴയിൽ നടന്ന സമാപന സമ്മേളനം DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. NA ബെന്നി, ജിയോ മാത്യു, KG സജിമോൻ, PS സെബാസ്റ്റ്യൻ, റോയ് ജോർജ്, രാജേഷ് ബേബി, CS ഷമീർ, M ഉദയസൂര്യൻ, ജാഥ ക്യാപ്റ്റൻ KA മാത്യു, വൈസ് ക്യാപ്റ്റൻ VE അബ്ബാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിനും മാറ്റമില്ല. 2 രൂപയ്ക്ക് കിട്ടുന്ന അരിയുണ്ട്, അതിനും മാറ്റമില്ല. ഗവൺമെന്റ് ഭേദഗതി പറഞ്ഞത് 8 രൂപ 90 പൈസയും അതിന് മുകളിലേക്ക് വെച്ചുള്ള നിരക്ക് വെച്ച് ആളുകൾ അവർ അരി വാങ്ങുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റിന് മുന്നിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് ടാർ ചെയ്ത് 2 ആഴ്ചയ്ക്ക് മുമ്പ് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് സർക്കാർ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം റോഡ് തകർന്നത്. IMA റോഡിലും പ്രധാന റോഡിലും റോഡ് കുത്തിപ്പൊളിച്ച നിലയിലാണ്. പുതിയതായി വാട്ടർ കണക്ഷൻ നൽകുന്നതിനാണ് റോഡ് കുത്തിപ്പൊളിച്ചത്. നഗരസഭ നിർമ്മിച്ച ഓടയിലൂടെയാണ് പൈപ്പ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു. തൊടുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ടൗൺ പള്ളി വികാരി ഫാദർ ജോസ് മോനിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ക്രിസ്റ്റി അറയ്ക്കത്തോട്ടം, പ്രൊഫസർ ജെസി ആന്റണി, അഡ്വക്കേറ്റ് ജോ ജോസ്, സിസ്റ്റർ ഡീന ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാജൻ മാത്യുവിനെ സന്ദർശിച്ചു. അപകടത്തിൽ പരിക്കേറ്റ് തൊടുപുഴ ധന്വന്തരി ആയുർവേദ ആശുപത്രിയിൽ കഴിയുന്ന VS സാജൻ മാത്യുവിനെ ആശുപത്രിയിലെത്തിയാണ് VS അച്യുതാനന്ദൻ കണ്ടത്. ജയിലിൽ കഴിയുന്ന CPM മുൻ ജില്ലാ സെക്രട്ടറി MM മണിയെ കാണുന്നതിനാണ് VS ഇടുക്കിയിലെത്തിയത്.
CPM കമ്മിറ്റി അംഗം KP മേരി, TR സോമൻ തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ കാർഷിക ചന്ത തുടങ്ങി. കൊച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ തൊടുപുഴ കാർഡ്സ് ആണ് വിപണനം നടത്തുന്നത്. കൃഷി ഓഫീസർ D. മാനസ്, കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കലിന് കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CD. ശാന്തൻ അധ്യക്ഷത വഹിച്ചു. കാർഡ്സ് വൈസ് പ്രസിഡന്റ് VP. ജോർജ്, സെക്രട്ടറി ഷാജി മാത്യു, പ്രിൻസിപ്പാൾ ജസിന്ത മാത്യു, ഹെഡ്മിസ്ട്രസ് NA. മീര, അധ്യാപകരായ മനോജ് T. ബെഞ്ചമിൻ, വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ കാർഷിക ചന്തയിൽ 80ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫാദർ സെഡ് M. മുഴൂർ അനുസ്മരണ സമ്മേളനം മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്നു. സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഡയറക്ടർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജിൻസൺ ജോൺ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോഷി വർഗീസ്, പ്രൊഫസർ PC. ദേവസ്യ, പ്രദീപ്, ജിജു K. ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടനുബന്ധിച്ച് ഫാദർ മോളൂർ രചിച്ച ഗ്രന്ഥങ്ങളുടെ പ്രദർശനവും നടന്നു. ഈ കോളേജ് ഈ വർഷം ആരംഭിക്കുന്ന ഫാദർ ഇസദമ്മയുടെ പ്രഭാഷണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക, അതോടൊപ്പം തന്നെ ഇസദമ്മയുടെ സ്മാരക പ്രഭാഷണം, ആദ്യ പ്രഭാഷണം നിർവഹിക്കുക എന്ന് ചെയ്യുകയാണ്. എൻ്റെ ശിഷ്യൻ എന്ന് എനിക്ക് പറയാൻ മാത്രം ഞാൻ യോഗ്യനല്ല. ഞങ്ങൾ ഒന്നിച്ചാണ് റിസർച്ച്, എൻ്റെ കീഴിലാണ് റിസർച്ച് ചെയ്തത്. പെരുമ്പിളിച്ചിറ SJ UP സ്കൂളിൽ സായുജ്യം പരിപാടിയുടെ വൃദ്ധരെ ആദരിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിം ജെറോം ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് വെട്ടിക്കൽ പൊന്നാട അണിയിച്ചു. PTA പ്രസിഡന്റ് PM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ മേരി ആന്റണി പാഠം പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു. രാജാക്കാട് വ്യാപാരോത്സവം സൗജന്യ സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം രാജാക്കാട് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ MG ശ്രീകുമാർ വൈകിട്ട് 4:30 നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2013 ഏപ്രിൽ 30 നടക്കുന്ന നറുക്കെടുപ്പിൽ മെഗാ സമ്മാനമായി രാജാക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ മാരുതി ഓൾട്ടോ 800 കാറും, രണ്ടാം സമ്മാനമായി ആപ്പിൾ മൊബൈൽസ് ആൻഡ് ആപ്പിൾ ഫോർ മെൻസ് ഒരു ഹീറോ ഹോണ്ട ബൈക്ക് നൽകും. വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TG ശശികുമാർ, പബ്ലിസിറ്റി കൺവീനർ KS ശിവൻ, സെക്രട്ടറി K. സുരേഷ് എന്നിവർ പങ്കെടുത്തു. ആളുകൾക്ക് കൈനിറയ സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ രാജാക്കാടിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു വ്യാപാരോത്സവം 2013 എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സൗജന്യ നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സംഘടനയിൽ നിന്നും അവരുടെ അംഗങ്ങളിൽ വഴി ഒരു സമ്മാന കൂപ്പൺ വിതരണം ചെയ്യുകയും സമ്മാന കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് 2013 ഏപ്രിൽ 30 നറുക്കെടുക്കുകയാണ്. നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായിട്ട് മാരുതി ആൾട്ടോ കാർ, അതുപോലെ രണ്ടാം സമ്മാനമായി ഹീറോ ഹോണ്ട ബൈക്ക് തുടങ്ങി 20ഓളം സമ്മാനങ്ങൾ നൽകുന്നതാണ്. ഈ സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ചലച്ചിത്ര ഗായകൻ MG ശ്രീകുമാർ ഈ വരുന്ന 16-ാം തീയതി വൈകുന്നേരം നാളെ 4:30 രാജാക്കാട് ടൗണിൽ വെച്ച് നിർവഹിക്കുകയാണ്. യാക്കോബായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ പെരിയാമ്പ്രയിൽ ബൈബിൾ കൺവെൻഷനും സംഗീത വിരുന്നും ആരംഭിച്ചു. കണ്ടനാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ സിൽവ പോൾ വട്ടവേലിൽ നേതൃത്വം നൽകി വരുന്നു. ശനിയാഴ്ച കൺവെൻഷൻ സമാപിക്കും. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പുല്ലാട്ട് എല്ലച്ചൻ്റെ ധ്യാനാത്മകമായിരിക്കുന്ന പ്രസംഗവും. സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് കൽപ്പിച്ച് എഴുതുകയാണ്, I am not ashamed of the gospel of Christ. കുട്ടികളുടെ സമഗ്ര വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് തൊടുപുഴ സെന്റ് UP സ്കൂൾ നടപ്പിലാക്കുന്ന ഇൻസ്പയർ 2012ന്റെ ഭാഗമായി യോഗ പരിശീലനം നേടിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ യോഗ പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. ശ്രീരാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ മനോജ് ആണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്.
നമ്മുടെ ബുദ്ധിശക്തി പ്രകാശിക്കട്ടെ. നാം പഠിക്കുന്നതെല്ലാം സഫലമാകട്ടെ. നമ്മുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് ശാന്തി ലഭിക്കട്ടെ. മുതലക്കോടം സെന്റ് ജോർജ് വോളിബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള മുതലക്കോടം വോളി ഡിസംബർ 16-ന് ആരംഭിക്കുമെന്ന് നിർവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെന്റ് ജോർജ് യു പി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 6:30-ന് റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ ജോർജ് വലിയപ്പുറം അധ്യക്ഷത വഹിക്കും. 23-ന് നടക്കുന്ന സമാപന സമ്മേളനം പി തോമസ് MP ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തങ്കച്ചൻ ജോൺ, സെക്രട്ടറി PJ ജോസഫ്, സെക്രട്ടറി PJ തോമസ്, വാർഡ് കൗൺസിലർ ഷാജു പോൾ, ബിബിൻ സുന്ദർ, റോയ് ലൂക്ക് തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങളായി സെന്റ് ജോർജ് വോളി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 13 വർഷമായിട്ട് നിന്നുപോയിരിക്കുകയാണ്. ഈ വർഷം മുതലക്കോടം 200ാം ജൂബിലിയുടെ ആഘോഷം എല്ലാം കൂടി മുതലക്കോടം സെന്റ് ജോർജ് ക്ലബ്ബും മുതലക്കോട്ടെ പൗരവാസികളും ക്ലബ്ബുകളും വ്യാപാരി വ്യവസായ അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. NG അസോസിയേഷൻ ഇടുക്കി ജില്ലാ അവകാശ പ്രചരണ ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തൊടുപുഴയിൽ ചികിത്സയിൽ കഴിയുന്ന SFI നേതാവ് സാജൻ മാത്യുവിനെ സന്ദർശിച്ചു. പീരുമേട് ജയിലിൽ MM മണിയെയും സന്ദർശിച്ചു. മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ ഫാദർ ZM മൂഴൂർ അനുസ്മരണ സമ്മേളനം നടത്തി. ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ പെരിയാമ്പ്രയിൽ ബൈബിൾ കൺവെൻഷനും സംഗീത വിരുന്നും ആരംഭിച്ചു. കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് വോളിബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള വോളിബോൾ മേള ഡിസംബർ 16 മുതൽ 23 വരെ നടക്കും. ക്രിസ്മസിനെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങുന്നു. ക്രിസ്മസ് വിപണികൾ സജീവമായി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.